അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുസ്ലിമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ശബ്ദം ശ്രവിക്കുന്ന പ്രതിഭകൾക്ക് 1000 പ്രസ്ഥാനത്തിൻ്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുകയാണ്. തിരുരങ്ങാടി സാഹിത്യോത്സവിൻ്റെ വേദിയിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ 33 വർഷമായി വ്യത്യസ്തമായ തലങ്ങളിൽ, രീതികളിൽ, ആശയങ്ങളുടെ സാഹിത്യോത്സവ് ഈ മണ്ണിനോട്, മനുഷ്യരോട് സംവദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ എഡിഷൻ സാഹിത്യോത്സവ് മുന്നോട്ട് വെച്ചതും എഴുതാത്തതും പറയാത്തതുമായ കഥകളെ നമ്മുടെ ഉള്ളിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ ആഴങ്ങളിലേക്ക് മനുഷ്യരെ ചേർത്ത് കൊണ്ടുവരിക എന്നുള്ളതിൻ്റെ ആഴമേറിയ ആശയത്തെയാണ് ഈ തീം നമ്മോട് സംവദിച്ചു കൊണ്ടേയിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രതിഭകൾ ഇവിടെയുണ്ട്. മനുഷ്യരാകുന്ന നമ്മൾ മനുഷ്യ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ സാഹിത്യവും കലയും എത്രത്തോളമാണ് ഈ മണ്ണിൽ ചാരിതാർത്ഥ്യത്തോടെ ജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ നേർസാക്ഷ്യങ്ങൾ ചരിത്രം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. 1500കളിൽ വൈദേശിക ആധിപത്യം ഈ മണ്ണിലേക്ക് കാലെടുത്തു വെക്കുന്ന സമയത്താണ് പൊന്നാനിയിൽ നിന്നും മമ്പുറത്തു നിന്നും വെളിയങ്കോട് നിന്നുമുള്ള നമുക്ക് മുന്നേ കഴിഞ്ഞുപോയ ഒട്ടേറെ പൂർവികരായ നേതാക്കള്, സമ്പന്നതരെ, പണ്ഡിതരെ ഈ പരിശുദ്ധമായ ആശയത്തെ, ഈ പരിശുദ്ധമായ ആദർശത്തെ ഈ മണ്ണിലുടനീളം സഹവർത്തിച്ചതും അവർ മുന്നോട്ട് വെച്ച ദൈവത്തിൻ്റെ വഴിയിലൂടെ തന്നെയാണ് കലയും സാഹിത്യവും മുന്നോട്ട് പോയതും. പൊന്നാനി സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ രചിച്ച തഹ്രീറും രണ്ടാമൻ രചിച്ച തുഹ്ഫത്തുൽ മുജാഹിദീനും ഈ നാടിനെ, ഈ മണ്ണിനെ, മനുഷ്യരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അധിനിവേശ പോരാട്ട വഴികളിലേക്ക് അവരെ നിലനിർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിൽ 1800കളിൽ ബ്രിട്ടീഷുകാർ ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്ന് മുഴുവൻ മനുഷ്യരെയും അടിമത്തത്തിലേക്കും അനീതികളിലേക്കും നേർസാക്ഷ്യങ്ങളിലേക്കും കൊണ്ടുപോകുമ്പോഴാണ് തിരുരങ്ങാടിയിലെ ഈ പ്രാന്തപ്രദേശങ്ങളായ മുഴുവൻ മണ്ണിലെയും മനുഷ്യരെയും ചേർത്തിണക്കിക്കൊണ്ട് മത, വർഗ, ജാതി, മതഭേദമെന്നെ മനുഷ്യരെ ഉള്ളിലേക്ക് ആഴ്ന്നിറക്കിക്കൊണ്ട് മമ്പുറം തങ്ങളുടെ വാക്കുകളും വരികളും രചനകളും കേവലം ഒരു മതപ്രബോധനം മാത്രമായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കളിയാട്ടുമുക്കിൻ്റെയും മൂന്നിയൂരിൻ്റെയും കുളപ്പുറത്തിൻ്റെയും ദേശങ്ങൾ കടന്നുപോയ ആഘോഷങ്ങൾ മമ്പുറത്തോട് ചേർന്ന് പങ്കും സ്നേഹവും ചാരിതാർത്ഥ്യവും പരസ്പരമുള്ള സഹകരണം കണ്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ആ തരംഗങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ഇവിടെ ഡിവിഷൻ മുന്നോട്ട് വെച്ച ആശയവും പുതിയ കാലത്ത് സോഷ്യൽ മീഡിയ ആകട്ടെ സാഹിത്യ മേഖലയിൽ ഏതെല്ലാം തരത്തിൽ, ഏതെല്ലാം കോലത്തിൽ വരുന്ന സാഹിത്യരൂപങ്ങളാവട്ടെ, അവിടെയെല്ലാം നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെ പിന്നാമ്പുറ കഥകളെ, ചരിത്രങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമങ്ങൾ ഉൾകുന്ന സമയത്ത് പോലും ഇവിടെ എത്തിച്ചേർന്ന പ്രതിഭകളുണ്ട്. സമൂഹം കാണാത്ത കാഴ്ചകളെ പുറത്തേക്ക് കൊണ്ടുവരാനും കേൾക്കാത്ത കഥകളെ കേൾപ്പിക്കാനും വരയിലൂടെയും വാക്കുകളിലൂടെയും അക്ഷരങ്ങളെയും തീർത്തും മുന്നോട്ട് കൊണ്ടുവന്ന തരത്തിലുള്ള ആശയങ്ങളായിരിക്കണം നിങ്ങളുടെ കഥകളിലൂടെ, വരയിലൂടെ മുന്നോട്ട് വരേണ്ടത്. ബിക്കോസ് വി ആർ എന്നാണ് ഈ വർഷത്തെ ജില്ലാ സാഹിത്യോത്സവ് മുന്നോട്ട് വെക്കുന്ന ആശയം. മനുഷ്യർ പരസ്പരം ചേർന്ന് നിൽക്കലുകൾ അല്ലാതെ പരസ്പരം വാങ്ങലുകളും കൊടുക്കലുകളും സ്നേഹവും കൈമാറ്റവുമല്ലാതെ ഈ നാടിന് നിലനിൽക്കാൻ സാധ്യമല്ല എന്ന് തന്നെയാണ് സാഹിത്യോത്സവ് വിളിച്ചു പറഞ്ഞ്. ഇങ്ങനെ പരസ്പരം കൊണ്ടും കൊടുത്തും വാങ്ങിയും സ്വീകരിച്ചും സ്നേഹവും സങ്കടവും സമാധാനം എല്ലാം പരസ്പരം ആഗ്രഹിച്ചുമാണ് മനുഷ്യർ ഈ മണ്ണിൽ ജീവിക്കുന്നത്. ഇങ്ങനെ ഒട്ടേറെ പ്രതിഭകളെ ഓരോ വർഷവും സാഹിത്യോത്സവിലൂടെ ഈ മണ്ണിന്, സമൂഹത്തിന് സമർപ്പിക്കുകയാണ് SSFൻ്റെ സാഹിത്യോത്സവുകൾ. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.